കവിതയും കവിയും രണ്ടാണ് എന്നും കവി എന്തല്ലയോ അതാണ് കവിതയെന്നും പാശ്ചാത്യ നിരൂപകനായ റോഡ്സെ ഒരിക്കൽ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കവിയെ വിട്ടേക്കൂ, കവിയുടെ ആന്തരികമായ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും വിട്ടേക്കൂ, കവിതയെ പിന്തുടരുമെന്ന് മലയാളിയോട് ചന്തപ്പെടുന്നു. കവിത എന്നത് ഇമോഷണൽ റീകോൺഷ്യസ് ആണ് എനിക്ക് എന്ന് ഷെല്ലി പലവട്ടം ആവർത്തിച്ചു പറഞ്ഞു. കവിതയും കാലവും ഒന്നാണ് എന്ന എഴുത്തച്ഛൻ തന്റെ കവിതയിലൂടെ സൂചിപ്പിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് കവി ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയ കാലത്തോട് വാട്സാപ്പും ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ ജീവിതത്തിന്റെ അനിവാര്യതയായി മാറിയ കാലത്ത് ഞങ്ങൾക്ക് അക്ഷരങ്ങൾക്ക് അപ്പുറത്തേക്ക് വേൽഡീസെ ഗ്ലോബൽ വില്ലേജ് എന്ന നിലയിൽ ഞങ്ങളുടെ കയ്യിലുള്ള ഈ ചതുര വെളിച്ചം കൊണ്ട് ലോകത്തെ കാണാൻ കഴിയുമെന്ന് പുതിയ തലമുറ അഹങ്കരിക്കുന്ന കാലത്ത് 3 തലമുറകളെ ജീവിതത്തോട് ചേർന്ന് നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ പുതിയ കാലത്തോട് ചേർന്ന് സംസാരിക്കുകയാണ്. അച്ഛൻ, ഞാൻ, മകൻ എന്ന 3 അവസ്ഥകളിലേക്ക്, ദ്വന്ദ്വത്തിലേക്ക് ബിനു തന്റെ ജീവിതത്തെ, എഴുത്തിനെ, അക്ഷരങ്ങളെ കൂട്ടിവെച്ചു. ഇത് ബിനുവിന് യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബിനു ഒരു കവിയായിരുന്നു. ബിനു കവിതയെ സ്നേഹിക്കുന്നു, ബിനു എഴുത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടും പുസ്തകത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തലമുറകളെയും കാലത്തെയും ചേർന്ന് നിർത്താൻ ലോകത്തെ ഒരേ ഒരു ശക്തിക്ക് മാത്രമേ ഇതുവരെയും കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. അത് എഴുത്തിന് മാത്രമാണ്, പുസ്തകങ്ങൾക്ക് മാത്രമാണ്. ന്യായാധിപ സദസ് വീര്യത്തോടെയും ധീരതയോടെയും ഒരു മനുഷ്യനെ കൊല്ലാൻ വിധിക്കുന്നു എന്ന അഹങ്കാരത്തിൽ സോക്രാട്ടീസിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് മരണശിക്ഷ വിധിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് നൽകുന്ന ഒരു വിഷം കുടിച്ച് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കും, നിങ്ങൾ മരിക്കും. അക്ഷോഭ്യനായി നിന്നുകൊണ്ട് സോക്രാട്ടീസ് പറഞ്ഞു, മരിക്കുന്നത് ആരാണെന്നല്ല. ഒറ്റവാക്കിലെല്ലാം അവസാനിപ്പിച്ച സോക്രാട്ടീസ് തിരിച്ചു നടന്നു. സോക്രാട്ടീസ് കുടിച്ചതുകൊണ്ട് മാത്രം ഹെംലെറ്റ് എന്ന ആ വിഷം ലോകത്തിന്റെ പാഠ്യപുസ്തകത്തിലേക്ക് കടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രകാരന്മാർ ഹെംലെറ്റ് എന്ന വിഷം എന്ത് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരാൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ ജീവിതം, അപകടകരമായ ജീവിതത്തിൽ യാത്ര നടത്തിയാണ്. ആ മനുഷ്യന്റെ യാത്രയെ കാലവും ലോകവും യോഗമാർച്ച് എന്ന് വിളിച്ചു. മാവോസെ എന്ന് ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം രാത്രികാലങ്ങളിൽ കിട്ടുന്ന സ്ഥലത്ത് ശത്രുപാളയങ്ങളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ ഭയന്നിരുന്നപ്പോഴും കുറിച്ചു വച്ചത് അക്ഷരങ്ങളായിരുന്നു, കവിതകളായിരുന്നു.